13-ാം നൂറ്റാണ്ടിൽ നോർവീൻ രാജ്യത്തിലെ നിദാറസ് എന്ന പ്രദേശം ഭരിച്ച രാജാവാണ് ഹക്കൺ സ്വാർസൺ. ഡെൻമാർക്കിൻ്റെ സഹായത്തോടെ കിഴക്കൻ നോർവേയിൽ അധികാരം കീഴടക്കിയവരാണ് ബാഗ്ലേസ്. ഹക്കൺ സ്വാർസൺ രാജാവിൻ്റെ ബദ്ധശത്രുക്കളാണവർ. നിദാറോസിൻ്റെ മുൻ രാജ്ഞിയായ മാർഗ്രറ്റ് ബാഗ്ലേസിൻ്റെ സഹായത്തോടെ ഹക്കൺ സ്വാർസണിനെ വധിക്കുന്നു. മരണത്തിന് തൊട്ടു മുൻപ് ഹക്കൺ രാജാവ് ഇങ്ക എന്ന ഒരു സാധാരണക്കാരിയിൽ തനിക്കുണ്ടായ തൻ്റെ മകനെപ്പറ്റി വെളിപ്പെടുത്തുകയാണ്. അവർ രണ്ടുപേരെയും സുരക്ഷിതമായി നിദാറോസിൽ എത്തിക്കാനുള്ള ചുമതല 2 ബെർക്കിബെയ്നർ സ്വദേശികളായ ടോർസ്റ്റിനും സ്കെർവാൾഡിനുമാണ് രാജാവ് നൽകിയത്. രാജ്യത്തിൻ്റെ അടുത്ത അവകാശി ഹക്കൺ സ്വാർസണിൻ്റെ പുത്രൻ ഹക്കൺ ഹക്കൺസണെയാണ്. പക്ഷേ ബാഗ്ലർ പ്രദേശത്തിലെ അധികാരികൾ ആ കുഞ്ഞിൻ്റെ മരണമായിരുന്നു മനസ്സിൽ കണ്ടത്. ആ കുഞ്ഞിനെ തേടി കണ്ടുപിടിച്ച് വധിക്കാനായി പടയാളികളെ അവർ അയച്ചു. പക്ഷേ ബെർക്കിബെയ്നർ സ്വദേശികളായ 2 പേർ ആ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം വഹിച്ച് മഞ്ഞും മലയും ബാഗ്ലേസിൻ്റെ ആക്രമണവും മറികടന്ന് അവർ അതിജീവിച്ചു. നോർവീൻ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിത്തിരുത്തിയ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് 2016 പുറത്തിറങ്ങിയ ദ ലാസ്റ്റ് കിങ്. 12-ാം നൂറ്റാണ്ടിൽ നോർവേയിലെ നിദാറോസ് എന്ന രാജ്യത്തിൻ്റെ രാജാവായിരുന്നു ഹക്കൺ സ്വാർസൺ. ബെർക്കിബെയ്നർ എന്ന ഒരു കൂട്ടം ഭരണകർത്താക്കളും ചേർന്നായിരുന്നു നിദാറോസ് ഭരിച്ചിരുന്നത്. ബാഗ്ലേസ് എന്ന ഒരു കൂട്ടം സൈനികരായിരുന്നു അവരുടെ ബദ്ധശത്രുക്കൾ. കിഴക്കൻ നോർവേ പ്രദേശങ്ങൾ കീഴടക്കുന്നതിന് ബാഗ്ലേസ് ആ പ്രദേശത്തൊരു വലിയ ആക്രമണം ആരംഭിച്ചു. ആ ആക്രമണത്തിൽ അവരെ സഹായിക്കാൻ കൂട്ടുനിന്നത് ഡെൻമാർക്ക് എന്ന രാജ്യവും. കിഴക്കൻ നോർവേയിൽ ഹക്കൺ സ്വാർസൺ രാജാവിൻ്റെ കീഴിലുള്ള ജനതകൾക്ക് നേരെ ബാഗ്ലേസ് അവരുടെ ആക്രമണം തുടങ്ങി. അവരുടെ കൊടും ക്രൂരത ആ ജനതകളോട് കാണിച്ചു. കിഴക്കൻ നോർവേയിലെ കുറേ ജനങ്ങളെ അവരെല്ലാവരും മൃഗീയമായി കൊന്നു. അതിലുമുപരി ബാഗ്ലേസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ജനങ്ങൾ കിഴക്കൻ നോർവേയിൽ നിന്ന് സ്വന്തം ജീവനം കൊണ്ട് പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്തവരിൽ പെടുന്ന ഒരു സാധാരണക്കാരിയാണ് ഇങ്ക ഓഫ് വെർത്തേഗ്. ഹക്കൺ സ്വാർസൺ എന്ന രാജാവിന് ഇങ്ക എന്ന യുവതിയിൽ ഒരു രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് ഹക്കൺ ഹക്കൺസ്. രാജാവിൻ്റെ ഏക പുത്രനും അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അനന്തരാവകാശിയും ആ കുഞ്ഞ് തന്നെയായിരുന്നു. കിഴക്കൻ പ്രവിശ്യയിലുള്ള ബാഗ്ലേസിൻ്റെ ആക്രമണത്തെ ഭയന്ന് ഇങ്ക എന്ന സ്ത്രീ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്തു എന്ന വിവരം ഹക്കൺ സ്വാർസൺ എന്ന രാജാവ് അറിഞ്ഞു. തൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെയും ആ സ്ത്രീയെയും തൻ്റെ രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഹക്കൺ സ്വാർസൺ രാജാവ് 2 ബെർക്കിബെയ്നർ സഹോദരങ്ങളെ ആ ചുമതല ഏർപ്പെടുത്തി. ടോർസ്റ്റെയിൻ സ്കെർവാൾഡ് എന്ന ആ 2 ബെർക്കിബെയ്നർ യോദ്ധാക്കൾ ആ കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ അമ്മയും അന്വേഷിച്ച് യാത്ര തുടർന്നു. ആ കുഞ്ഞിനു വേണ്ടിയുള്ള അവർ 2 പേരുടെ തിരച്ചിലിനിടയിൽ ആ വലിയ മഞ്ഞു പ്രദേശത്ത് പലായനം ചെയ്ത് യാത്ര തുടരുന്ന ഒരു കൂട്ടം ജനതയെ അവർ കാണാനിടയായി. ആ കൂട്ടത്തിൽ ഇങ്ക എന്ന യുവതിയും അവളുടെ മകൻ ഹക്കൺ ഹക്കൺസണും ഉണ്ടായിരുന്നു. രാജാവിൻ്റെ ആജ്ഞ പ്രകാരം രാജസന്നിധിയിൽ ഇങ്ക എന്ന യുവതിയെയും അവരുടെ മകൻ ഹക്കൺ ഹക്കൺസനെയും കൊണ്ടുവരാനായിട്ട് രാജാവ് ഏർപ്പെടുത്തിയ 2 ബെർക്കിബെയ്നർ യോദ്ധാക്കളാണ് തങ്ങളെന്ന് അവർ ഇങ്കയോട് പറഞ്ഞു. നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയും നിങ്ങളുടെ സുരക്ഷിതത്വവും ഇനി ഞങ്ങളുടെ ചുമതലയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ നിദാറോസ് എന്ന രാജ്യത്തിലേക്ക് എത്തിക്കണമെന്ന് ടോർസ്റ്റെയിൻ ഇങ്കയോട് പറഞ്ഞു. രാജാവിൻ്റെ വേണ്ടപ്പെട്ട വിശ്വസ്തരായ 2 സേനാ നായകന്മാരാണ് അവർ 2 പേരുമെന്ന് ഇങ്കയ്ക്ക് മനസ്സിലായി. വൈകാതെ തന്നെ ഇങ്ക അവളുടെ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ കൂടെ യാത്ര തുടർന്നു. വലിയ മഞ്ഞ് വീണിട്ടുള്ള ആ പ്രദേശത്ത് കുതിരയും കൊണ്ട് കെട്ടിവലിച്ച ഒരു ചെറിയ വണ്ടിയിലായിരുന്നു അവരുടെ യാത്ര. അവരുടെ തൊട്ടുപുറകെ തന്നെ അവർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ടായിരുന്നു ടോർസ്റ്റെയിൻ്റെയും സ്കെർവാൾഡിൻ്റെയും യാത്ര. അവർ 2 പേരും ആ മഞ്ഞിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സ്കേറ്റിംഗ് ബോർഡ് ഉപയോഗിച്ചാണ് അവർ യാത്ര തുടർന്നത്. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ അവരുടെ സംരക്ഷണം താൻ വഹിച്ചുകൊള്ളാമെന്നും സ്കെർവാൾഡിനോട് അവൻ്റെ വീട്ടിലേക്ക് തിരികെ മടങ്ങണമെന്നും ടോർസ്റ്റെയിൻ പറഞ്ഞു. ടോർസ്റ്റെയിൻ അങ്ങനെ പറഞ്ഞതിലും ഒരു കാരണമുണ്ട്. സ്കെർവാൾഡ് അവൻ്റെ കുടുംബത്തോടു കൂടിയാണ് ജീവിച്ചത്. തൻ്റെ ഭാര്യയും മകനെയും ഒറ്റയ്ക്ക് വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് സ്കെർവാൾഡ് ഇങ്ങനൊരു സാഹസത്തിന് ഇറങ്ങിത്തിരിച്ചത്. ഈ സമയത്ത് അവൻ്റെ സാന്നിധ്യം അവൻ്റെ വീട്ടുകാർക്ക് ആവശ്യമാണെന്നും ടോർസ്റ്റെയിൻ മനസ്സിലാക്കി. അവർ 2 പേരും അങ്ങനെ 2 കൂട്ടരായിട്ട് അവിടെ നിന്ന് വേർതിരിക്കുകയാണ്. ഇങ്കയും അവളുടെ മകനെയും കൂട്ടിക്കൊണ്ട് ടോർസ്റ്റെയിൻ യാത്ര തുടർന്നു. സ്കെർവാൾഡ് ആകട്ടെ അവൻ്റെ വീട്ടിലേക്ക് തിരികെ മടങ്ങി. സ്കെർവാൾഡിൻ്റെ ഭാര്യ ഇവയും അവരുടെ മകൻ എറിക്കും ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ബാഗ്ലേസിൻ്റെ ആക്രമണം തൻ്റെ നേരെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് ഇവയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നോർവേൻ രാജാവിൻ്റെ മകനെ രക്ഷിച്ച സ്കെർവാൾഡിൻ്റെ ഭാര്യയാണ് താനെന്ന് ബാഗ്ലേസ് അറിയാൻ ഉറപ്പായിട്ടും അവളെ വധിക്കും. അതുകൊണ്ട് പേടിച്ച് ഭയന്നായിരുന്നു അവൾ ഇത്രയും ദിവസം ആ കുടിലിൽ കഴിഞ്ഞു പോകുന്നത്. വീടിൻ്റെ മുൻപിൽ വന്ന് വാതിലിൽ കൊട്ടി സ്കെർവാൾഡ് വിളിക്കുമ്പോൾ ആദ്യമേ ഇവ ഒന്ന് ഭയന്നു. പിന്നീട് സ്കെർവാൾഡാണ് അതെന്ന് മനസ്സിലായപ്പോഴാണ് ഇവയ്ക്ക് ശ്വാസം ഒന്ന് നേരിൽ വീണത്.
വാതിൽ തുറന്ന് സ്കർവാൾഡിനെ അവൾ അകത്തേക്ക് ക്ഷണിച്ചു. അവർ ഇരുവരും തമ്മിൽ കണ്ടിട്ടിപ്പോൾ തന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. കുറേ ദിവസങ്ങൾ കൂടി കാണുന്നതിൻ്റെ സ്നേഹവും അവർ പരസ്പരം പ്രകടിപ്പിച്ചു. ഇനി ഒരു സാഹസത്തിന് താൻ മുൻപോട്ട് ഇറങ്ങത്തില്ല. ഇനിയുള്ള കാലങ്ങളിൽ തൻ്റെ കുടുംബത്തിനൊപ്പം സമയം ചിലവഴിക്കുമെന്ന് സ്കർവാൾഡ് ഈവയ്ക്ക് വാക്ക് നൽകി. 6 മാസം മാത്രം പ്രായമുള്ള തൻ്റെ മകൻ എറിക്കിനെ കണ്ടപാടെ സ്കർവാൾഡ് അവനെ വാരിപ്പുണർന്നു. അവർ രണ്ടുപേരും അവരുടെ മകനെ കൊഞ്ചിച്ചു. ഇതേ സമയം നിദാറോസ് രാജ്യത്ത് രാജ്ഞിയായ മാർഗരിറ്റും സേനാനായകനായ ഏൾ ഗിസിലും ഹക്കൺ സ്വാർസൻ രാജാവിനെ വകവരുത്തുന്നതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. നിദാറോസ് രാജ്യത്തിൻ്റെ പഴയ രാജ്ഞിയാണ് മാർഗരറ്റ്. മാർഗരറ്റിൻ്റെ വളർത്തുമകനാണ് ഇപ്പോഴുള്ള രാജാവ് ഹക്കൺ സ്വാർസൻ. പക്ഷേ ഏൾ ഗിസൽ എന്ന സേനാനായകനുമായി ഒരു രഹസ്യബന്ധമായിരുന്നു മാർഗരറ്റ് രാജ്ഞിക്ക് ഉണ്ടായിരുന്നത്. ഗിസൽ എന്ന സേനാനായകൻ്റെ തീരുമാനപ്രകാരം ഹക്കൺ സ്വാർസൻ രാജാവിനെ വധിക്കാനായിട്ട് മാർഗരറ്റ് രാജ്ഞിയും അയാളുടെ കൂടെ ഒത്തുകൂടി. രണ്ടുപേരും ചേർന്ന് ഹക്കൺ സ്വാർസൻ രാജാവിനെ വധിക്കാൻ ശ്രമിക്കുകയാണെന്ന വിവരം മാർഗരറ്റ് രാജ്ഞിയുടെ ഇളയ മകളായിട്ടുള്ള ക്രിസ്റ്റ്യൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്ത് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ക്രിസ്റ്റ്യൻ ചെന്നപ്പോൾ മാർഗരറ്റിന് ഒരു കൃത്യമായ മറുപടി നൽകാനില്ലായിരുന്നു. രാജ്യത്ത് ഇനിയും തുടരണമെങ്കിൽ ഗിസൽ എന്ന സേനാനായകൻ്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കും. അയാൾ പറയുന്നത് കേട്ടു നിന്നാൽ നിദാറോസിൻ്റെ രാജ്ഞിയാകാൻ ഒരിക്കൽ കൂടി എനിക്ക് സാധിക്കും. അങ്ങനെ ആവുകയാണെങ്കിൽ എൻ്റെ മകൾ ക്രിസ്റ്റ്യനായിരിക്കും രാജകുമാരി. സ്വാർസൻ രാജാവെ വധിക്കുന്നതിനായി ഗിസൽ നൽകിയ ഒരു കുപ്പി വിഷവുമായി സ്വാർസൻ രാജാവിൻ്റെ അരികിലേക്ക് മാർഗരറ്റ് ചെല്ലുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ മാർഗരറ്റ് രാജ്ഞിക്ക് സ്വീഡൻ രാജാവുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താൻ പോകണമായിരുന്നു. ആ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ മാർഗരറ്റ് രാജ്ഞി സ്വാർസൻ രാജാവുമായിട്ട് സംസാരിച്ചു. രാജാവിന് കൊടുക്കാനിരുന്ന വീഞ്ഞിൽ ആ സ്ത്രീ അവളുടെ കയ്യിലുണ്ടായിരുന്ന വിഷമൊഴിച്ചു. അതിനുശേഷം സ്വീഡൻ രാജ്യത്തിലേക്ക് മാർഗരറ്റ് രാജ്ഞി യാത്ര പോയി. ഈ സമയത്താണ് സ്വാർസൻ രാജാവിന് വിഷം കഴിച്ചത് മൂലമുണ്ടായ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയത്. താൻ മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് സ്വാർസൻ രാജാവ് സേനാനായകന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി. അവരുടെ ഉന്നത സേനാനായകനായിട്ടുള്ള ഗാർസനെ വിളിച്ച് ഒരു കാര്യം രാജാവ് ബോധ്യപ്പെടുത്തി. ബോർഗ് എന്ന നഗരത്തിൽ ഇങ്ക എന്ന ഒരു സാധാരണ സ്ത്രീയിൽ തനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. തൻ്റെ മരണശേഷം ആ കുഞ്ഞായിരിക്കണം ഈ രാജ്യത്തിൻ്റെ അനന്തരാവകാശി. ആ സ്ത്രീയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി നിദാറോസ് എന്ന രാജ്യത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഗാർസനോട് രാജാവ് ആജ്ഞാപിച്ചു. ഹക്കൺ സ്വാർസൻ രാജാവിൻ്റെ അവസാന വാക്കുകളും അതായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. പിറ്റേ ദിവസം സേനാനായകന്മാർ ഒത്തുകൂടിയപ്പോൾ അവരുടെ ചർച്ചാ വിഷയം രാജാവിൻ്റെ മരണമായിരുന്നു. രാജാവിനെ വിഷം കൊടുത്തു കൊന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ആ വിഷം കൊടുത്തു കൊന്നത് മാർഗരറ്റ് രാജ്ഞി എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. പക്ഷേ മാർഗരറ്റ് രാജ്ഞി ഒരു കരു മാത്രമായിരുന്നു. ഇതിനു മുൻപിൽ പ്രവർത്തിച്ചത് മറ്റാരോ ആണ്. അത് നമ്മൾ ഈ കൂട്ടത്തിലുള്ള ആരോ തന്നെയാണെന്ന് തനിക്ക് ഉറപ്പാണെന്ന് ഗാർസൻ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒറ്റുകാരനായ ഗിസൽ എന്ന സേനാനായകൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ഒറ്റുകാരനെ കണ്ടുപിടിച്ചിട്ടല്ലാതെ ആരും തന്നെ വെളിയിൽ ഇറങ്ങാൻ പാടില്ല എന്ന ഉത്തരവും ഗാർസൻ ഇറക്കി. സ്വാർസൻ രാജാവിൻ്റെ ഏക പുത്രൻ എന്ന് പറയുന്നത് ഇങ്ക എന്ന ആ സാധാരണ യുവതിയിൽ ജനിച്ച ആ കുഞ്ഞാണ്. ആ കുഞ്ഞും കൂടി മരണപ്പെട്ടാൽ നിദാറോസ് എന്ന രാജ്യം ഡെൻമാർക്കിന് കീഴിൽപ്പെടും. പിന്നീട് അവിടെയുള്ള ക്രിസ്ത്യൻ സഭയുടെ തലവനായിട്ടുള്ള മാർപ്പപ്പയായിരിക്കും നമ്മളെ ഭരിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗിസൽ എന്ന സേനാനായകൻ രാജാവിനെ വധിക്കുന്നതിനായി തന്ത്രങ്ങൾ മെനഞ്ഞത്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഗാർസൻ പ്രതീക്ഷിക്കാതെ ഒരു ആക്രമണം ഗാർസന്റെ മുറിയിലേക്ക് വന്നു. ആ ആക്രമണത്തിന് പിന്നിൽ ഗിസലാണ് എന്ന് വൈകാതെ ഗാർസന് മനസ്സിലായി. അപ്പോൾ മാത്രമാണ് ഗാർസൻ ആ കാര്യം മനസ്സിലാക്കിയത്. രാജാവിനെ വധിക്കാൻ തുനിഞ്ഞിറങ്ങിയ ആ ഒറ്റുകാരൻ തൻ്റെ സുഹൃത്തായ ഗിസലാണ്. ഗിസൽ അവൻ്റെ കൂട്ടാളികളെ കൂട്ടി ഗാർസനെയും പടയാളികളെയും ഉടൻ തന്നെ ബന്ധിച്ചു. ഇതേസമയം ബാഗ്ലേഴ്സിൻ്റെ നഗരത്തിൽ നിദാറോസിൽ നിന്ന് മറ്റൊരു ബെർക്കിബൈനർ ഒരു സന്ദേശവുമായി അവിടെ എത്തി. അയാളും ബെർക്കിബൈനറിലെ ഒരു ഒറ്റുകാരനാണ്. നിദാറോസിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും ബാഗ്ലേഴ്സിനെ അറിയിച്ചതും അയാളായിരുന്നു. അയാൾ ആ രാജ്യത്തിലെ തലവനായ മാർപ്പപ്പയ്ക്ക് എല്ലാ വിവരങ്ങളും നൽകി. നിദാറോസ് രാജ്യം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഹക്കൺ സ്വാർസൻ രാജാവ് മരണപ്പെട്ടിരിക്കുന്നു. അയാളുടെ അടുത്ത അവകാശി എന്ന് പറയുന്നത് ഇങ്ക എന്ന സാധാരണക്കാരിൽ ജനിച്ച കുഞ്ഞാണ് അടുത്ത അവകാശി. പക്ഷേ ആ കുഞ്ഞ് കിഴക്കൻ നോർവേ ആയിട്ടുള്ള ബോർഗ് എന്ന നഗരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. 2 ബെർക്കിബൈനർ സഹോദരങ്ങൾ ആ കുഞ്ഞിനെയും സ്ത്രീയും സുരക്ഷിതമായിട്ട് രാജ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞ് ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം നിദാറോസ് എന്ന രാജ്യം ബാഗ്ലേഴ്സിന് ലഭിക്കത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കുഞ്ഞ് ജീവനോടെ ഇരിക്കുന്നത് പിൽക്കാലത്ത് ബാഗ്ലേഴ്സിന് ഒരു തലവേദനയാകുമെന്നും ആ തലവൻ മനസ്സിലാക്കി. ആ കുഞ്ഞിനെ ജീവനോടെയോ അല്ലെങ്കിൽ ശിരസ് ഛേദിച്ച് കൊണ്ടുവരുന്ന പടയാളികൾക്ക് ആനുകൂല്യവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ തേടി കണ്ടുപിടിച്ച് അതിനെ വധിക്കാനായിട്ട് തലവനായിട്ടുള്ള മാർപ്പപ്പ ഉത്തരവിറക്കി.
ഇതേ സമയം സ്കർവാൾഡ് അവൻ്റെ വീട്ടിൽ നിന്ന് മാറി കുറച്ചകലെ വിറക് ശേഖരിക്കാൻ പോയതാണ്. വിറക് ശേഖരിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സ്കർവാൾഡ് കാണുന്ന കാഴ്ച ബാഗ്ലേഴ്സും പടയാളികളും അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. വീടിനുള്ളിലുണ്ടായിരുന്ന ഇവയ്ക്കും തൻ്റെ മകൻ എറിക്കിനും എന്ത് സംഭവിച്ചു കാണുമെന്നറിയാൻ വേണ്ടി സ്കർവാൾഡ് വീട്ടിലേക്ക് ഓടിച്ചെന്നു. പക്ഷേ ബാഗ്ലേഴ്സിൻ്റെ തലവനും പടയാളികളും അവനെ അവിടെ പിടിച്ചു നിർത്തി. സ്കർവാൾഡിൻ്റെ ഭാര്യയും കുഞ്ഞും വീടിനുള്ളിൽ സുരക്ഷിതമായിട്ടുണ്ടെന്ന് ബാഗ്ലേഴ്സിൻ്റെ ആ തലവൻ അവനോട് പറഞ്ഞു. അയാൾക്ക് ഒരു കാര്യം മാത്രം സ്കർവാൾഡിൽ നിന്നറിയാം. ഹക്കൺസൺ എന്ന ആ കുഞ്ഞിനെയും കൊണ്ട് അവർ എവിടേക്കാണ് രക്ഷപ്പെട്ടത്. ആ കുഞ്ഞിനെ സുരക്ഷിതമാക്കി എവിടെയാണ് അവർ ഒളിപ്പിച്ചത്, അതായിരുന്നു അയാൾക്ക് അറിയേണ്ടത്. പക്ഷേ അയാളുടെ ചോദ്യത്തിന് മുൻപിൽ സ്കർവാൾഡ് പതറിയില്ല. സ്കർവാൾഡിനോട് എത്ര ചോദിച്ചിട്ടും അവരെ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് അവൻ പറഞ്ഞു കൊടുത്തില്ല. തൻ്റെ കുഞ്ഞിനെയും ഭാര്യയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് സ്കർവാൾഡ് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. ബാഗ്ലേഴ്സിൻ്റെ ആ തലവൻ്റെ കൂടെ നിൽക്കുന്ന ബെർക്കി ബെയ്നറായിട്ടുള്ള ഒരു സേനാനായകനെ കണ്ട സ്കർവാൾഡ് ഒന്ന് ആശ്ചര്യപ്പെട്ടു. കാരണം ബെർക്കി ബെയ്നറിൽ നിന്ന് രഹസ്യങ്ങളെല്ലാം ചോർത്തി ബാഗ്ലേഴ്സിന് കൈമാറിയ ചാരനായിരുന്നു അയാൾ. മരിച്ചുപോയ രാജാവിന് വേണ്ടി നിന്റെ കുടുംബത്തെയും ബലി കഴിക്കണമെന്ന് അയാൾ സ്കർവാൾഡിനോട് ചോദിച്ചപ്പോഴാണ് സ്കർവാൾഡ് രാജാവ് മരിച്ച കാര്യം മനസ്സിലാക്കിയത്. രാജാവിൻ്റെ മരണത്തിന് പിന്നിൽ ബാഗ്ലേഴ്സിൻ്റെ തന്ത്രമാണെന്ന് അവന് മനസ്സിലായി. അവരുടെ ഭീഷണിക്ക് മുൻപിൽ അവർ ഒളിച്ചിരുന്ന സ്ഥലം ഏതാണെന്ന് സ്കർവാൾഡ് അവനോട് പറഞ്ഞു. ലാഗൻ എന്ന നദി ഒഴുകിയെത്തുന്ന മിയോസ എന്ന നദീതീരത്താണ് അവർ ഇപ്പോൾ. വടക്ക് ലക്ഷ്യമാക്കിയാണ് അവർ ഇപ്പോൾ യാത്ര തുടരുന്നത്. വേറെ ഒരു നിവൃത്തിയുമില്ലാതെ തൻ്റെ കുഞ്ഞിനും ഭാര്യയ്ക്കും വേണ്ടി സ്കർവാൾഡ് എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞു. അപ്പോഴാണ് ബാഗ്ലേഴ്സിൻ്റെ തലവൻ ഒരു കാര്യം പറഞ്ഞത്. അവർ എത്ര ഉപദ്രവിച്ച് ഇവയോട് ചോദിച്ചിട്ടും അവൾ ആ സ്ഥലം തുറന്നു പറഞ്ഞില്ല. അവൾക്ക് അത്രയേറെ ധൈര്യവും മനഃശക്തിയുമാണുള്ളത്. അവളുടെ ആ മനഃശക്തി പോലും നിനക്കില്ലാതായി പോയല്ലോ എന്ന് അയാൾ സ്കർവാൾഡിനോട് പറഞ്ഞു. ഒട്ടും ഒഴികാതെ ബാഗ്ലേഴ്സിൻ്റെ പടയാളികൾ ഇവയും അവളുടെ കുഞ്ഞിനെയും അമ്പെയ്തു കൊന്നു. ഇത് കണ്ടു നിന്ന സ്കർവാൾഡ് ദേഷ്യം സഹിக்க വയ്യാതെ തൻ്റെ അടുത്തുള്ള ബാഗ്ലേഴ്സിനെ തള്ളി താഴെയിട്ട് അവൻ വീടിനുള്ളിൽ കയറി വാതിലടച്ചു. മരിച്ചുപോയ തൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ശരീരത്തിനടുത്ത് കെട്ടിപ്പിടിച്ച് അവൻ കിടന്നു. തൻ്റെ മകൻ്റെ പ്രിയപ്പെട്ട ഒരു കളിപ്പാട്ട് മാത്രമാണ് അവൻ അവിടെ നിന്നെടുത്തത്. അതും എടുത്തുകൊണ്ട് വീടിൻ്റെ പുറകിൽ കൂടി അവൻ വെളിയിലേക്ക് ഇറങ്ങി ഓടി. മഞ്ഞിൽ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള സ്കേറ്റിംഗ് ഉപയോഗിച്ച് അവൻ അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ബാഗ്ലേഴ്സ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടിരുന്നു. ഉടൻ തന്നെ അവരും അവനെ പിന്തുടർന്നു. ടോർസ്റ്റീൻ ഇങ്കയും കുഞ്ഞിനെയും കൊണ്ട് എത്തിയിരിക്കുന്നത് എർലൻ വാർക്സൺ എന്ന ഒരു ക്യാമ്പിനടുത്തേക്കാണ്. ബെർക്കി ബെയ്നർ പടയാളികളും സേനാനായകന്മാരും എല്ലാം തമ്പടിച്ച ഒരു ക്യാമ്പായിരുന്നു അത്. അവിടെ ഇങ്കയും കുഞ്ഞും ഇപ്പോൾ സുരക്ഷിതരാണ്. ആ ക്യാമ്പിനുള്ളിൽ വെച്ച് തന്നെ ആവശ്യത്തിലേറെ ഭക്ഷണം ഇങ്ക തൻ്റെ മകൻ ഉണ്ടാക്കി നൽകി. മാത്രമല്ല ക്ഷീണിതനായ ടോർസ്റ്റിനു വേണ്ടിയും ഇങ്ക ഭക്ഷണം ഉണ്ടാക്കി നൽകി. അവരുടെ കൂട്ടത്തിൽ പണ്ട് ബെർക്കി ബെയ്നർ ആയിരുന്ന ഒരു യോദ്ധാവിൻ്റെ മകനാണ് ഈഗിൽ. ടോർസ്റ്റൈൻ അവൻ്റെ ആയുധം ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് ഈഗിലിന് പറഞ്ഞു കൊടുത്തു. കൗമാരപ്രായം മാത്രം എത്തിയ ഒരു ചെറുപ്പക്കാരനാണ് ഈഗിൽ. ഈഗിലിനെ ഒരു ബെർക്കി ബെയ്നർ ആക്കി മാറ്റുമെന്ന വാശിയിലാണ് ടോർസ്റ്റൈൻ. ഈഗിലിനെ അന്നേ ദിവസം അങ്ങനെ ആ ക്യാമ്പിൻ്റെ വെളിയിൽ പുറത്തുനിന്ന് ആരെങ്കിലും അതിക്രമിച്ചു വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആ ക്യാമ്പിന് വെളിയിൽ ഒരു കാവൽക്കാരനായിട്ട് ജോലി നൽകി. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അകലിൽ നിന്ന് ഓടി കിതച്ചു വരുന്ന സ്കർവാൾഡിനെയാണ് ഈഗിൾ കണ്ടത്. അകലെ നിന്ന് തന്നെ അത് സ്കർവാൾഡാണ് വരുന്നതെന്ന് ഈഗിളിന് മനസ്സിലായി. ഈഗിൾ ഉടൻ തന്നെ അകത്തുണ്ടായിരുന്ന ടോർസ്റ്റൈനെയും ബാക്കി ബെർക്കി ബെയ്നേഴ്സിനെയും വിളിച്ചു വരുത്തി. ഓടിക്കിതച്ചു വന്ന സ്കർവാൾഡ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ സ്കർവാൾഡ് ആദ്യമേ കാണുന്നത് ടോർസ്റ്റൈനെയാണ്. സ്കർവാൾഡ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ടോർസ്റ്റൈനോട് വിശദീകരിച്ചു. ഇവയും തൻ്റെ മകനെയും ബാഗ്ലേഴ്സ് കൊന്നു. അവർ ഏത് നിമിഷം വേണമെങ്കിലും നമ്മളിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് വരും. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടണം. കുഞ്ഞിനെ കൊല്ലണമെന്ന ഏക ഉദ്ദേശത്തോടെയാണ് അവർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ടോർസ്റ്റൈൻ ഉടനെ തന്നെ ബാക്കിയുണ്ടായിരുന്ന ബെർക്കി ബെയ്നേഴ്സിനോടെല്ലാം ബാഗ്ലേഴ്സിനെ നേരിടാനായിട്ട് ഒരുങ്ങിക്കൊള്ളാനായിട്ട് നിർദ്ദേശം നൽകി. സ്കർവാൾഡിനെയും കൂട്ടിക്കൊണ്ട് ടോർസ്റ്റൈൻ അകത്തേക്ക് ചെന്നു. അവരുടെ തലവനായിട്ടുള്ള എർലണ്ടിനോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ടോർസ്റ്റൈൻ വിശദീകരിച്ച് പറഞ്ഞു. പക്ഷേ എർലണ്ട് പറയുന്നത് രാജാവ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇവിടെ തുടരണമെന്നാണ്. കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അതായിരുന്നു എർലണ്ടിൻ്റെ നിർദ്ദേശം. പക്ഷേ ഹക്കൺ സ്വാർസൺ രാജാവ് മരണപ്പെട്ടു എന്ന വിവരം സ്കർവാൾഡ് പറഞ്ഞപ്പോഴാണ് എർലണ്ടും കൂട്ടരും എല്ലാവരും ആ വിവരം അറിഞ്ഞത്. അതുമാത്രമല്ല രാജാവിൻ്റെ കുഞ്ഞിനെ വധിക്കുന്നതിനായിട്ട് ബാഗ്ലേഴ്സ് എല്ലാവരും ഒട്ടും വൈകാതെ തന്നെ ഇവിടെ എത്തും. അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് എത്രയും വേഗം നമ്മൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് സ്കർവാൾഡ് എർലണ്ടിനോട് പറഞ്ഞു. കുഞ്ഞിവിടെയാണ് ഉള്ളതെന്ന വിവരം എങ്ങനെയാണ് അവർ അറിഞ്ഞതെന്ന് സ്കർവാൾഡിനോട് എർലണ്ട് ചോദിച്ചു. ആ വിവരങ്ങൾ ബാഗ്ലേഴ്സിനോട് പറഞ്ഞത് താൻ തന്നെയാണെന്ന് സ്കർവാൾഡ് എർലണ്ടിനോട് പറഞ്ഞു.
സ്കെർവാൾഡ് അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ പറഞ്ഞതാണെന്ന് എർലൻഡിനോട് പറഞ്ഞിട്ടും എർലൻഡ് ചെവി കൊണ്ടില്ല. എർലൻഡും കൂട്ടരും സ്കെർവാൾഡിനെ വലിച്ചിഴച്ചുകൊണ്ട് വെളിയിലേക്ക് കൊണ്ടുപോയി. രാജ്യത്തിനെതിരെയും രാജാവിനെതിരെയും വഞ്ചന നടത്തിയ സ്കെർവാൾഡിനെ വധിക്കാനായിരുന്നു എർലൻഡിൻ്റെ ഒരുക്കം. രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും വിവരങ്ങൾ ചോർത്തുന്നത് വലിയൊരു രാജ്യദ്രോഹ കുറ്റമാണ്. അതുതന്നെയാണ് സ്കെർവാൾഡും ഇവിടെ ചെയ്തത്. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും സ്കെർവാൾഡ് അർഹിക്കുന്നില്ലെന്ന് എർലാൻഡ് പറയും. സ്കെർവാൾഡിനെ വെട്ടാനൊരുങ്ങിയപ്പോൾ ടോർസിൻ പക്ഷേ എർലൻഡിനെ എതിർത്തു. ബെർക്കി ബെനേഴ്സിൻ്റെ കൂടെ സത്യസന്ധമായി നിന്ന ഒരു പോരാളിയായിരുന്നു സ്കെർവാൾഡ്. നമ്മുടെ കൂടെ ഇത്രയും വർഷക്കാലം നിന്നവനാണവൻ. അവൻ നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ തന്നെയാണ്. അവനെ കൊല്ലുന്നത് ശരിയല്ല എന്ന് ടോർസിൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്കെർവാൾഡിനെ ടോർസിൻ തന്നെ കൊല്ലണമെന്ന് എർലൻഡ് നിർബന്ധിച്ചു. പക്ഷേ ടോർസിന് അത് സാധിക്കുമായിരുന്നില്ല. തൻ്റെ ഉറ്റ സുഹൃത്തും കൂടിയായ സ്കെർവാൾഡിനെ കൊല്ലുക എന്ന് പറയുന്നത് അവന് കഴിയുന്ന ഒരു കാര്യമല്ല. സ്കെർവാൾഡിനെ വെട്ടാനായിട്ട് എർലൻഡ് വാൾ ഓങ്ങിയപ്പോഴാണ് അവരുടെ ക്യാമ്പിലേക്ക് ബാഗ്ലേഴ്സിൻ്റെ ആക്രമണം ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരെ ബാഗ്ലേഴ്സ് അമ്പ് ചെയ്ത് കൊന്നു. പെട്ടെന്ന് തന്നെയാണ് അവരെല്ലാവരും മതിലുകൾ തകർത്ത് ക്യാമ്പിനുള്ളിലേക്ക് കയറിയത്. 12ഓളം പേര് വരുന്ന ആ ബാഗ്ലേഴ്സ് ബെർക്കി ബൈനർ സൈനികരെ എല്ലാവരെയും തന്നെ ആക്രമിക്കാൻ ആരംഭിച്ചു. കുറേയേറെ പേരെ അവിടെ വെച്ച് തന്നെ അവർ വധിച്ചു. അവർ ആക്രമിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ടോർസ്റ്റൈൻ സ്കെർവാൾഡിൻ്റെ സഹായത്തോടെ ഇങ്കയും കുഞ്ഞിനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അവർക്ക് ഇവിടെ നിന്ന് ഇനി സുരക്ഷിതമായിട്ട് എത്താൻ കഴിയുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഓസ്റ്റർഡാലൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും എളുപ്പ വഴിയിലൂടെ അവർക്കിനി യാത്ര തുടരണം. കുഞ്ഞിനെയും കൊണ്ട് സ്കെർവാൾഡും ടോർസ്റ്റൈനും യാത്ര തുടരാമെന്ന് ഇങ്കയോട് അവർ പറഞ്ഞു. ആദ്യമേ ഇങ്ക അത് എതിർത്തെങ്കിലും കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് എത്തിക്കുമെന്ന് ടോർസ്റ്റൈൻ്റെ വാക്ക് കേട്ടപ്പോൾ ഇങ്ക അതിന് സമ്മതിച്ചു. ഇങ്കയും കൂട്ടിക്കൊണ്ട് ഈഗിൾ എന്ന ആ പയ്യൻ മറ്റൊരു വഴിയിലൂടെ സുരക്ഷിതമായിട്ട് യാത്ര തുടർന്നു. സ്കെർവാൾഡ് കുഞ്ഞിനെയും തോളിലേറ്റിക്കൊണ്ട് ടോർസ്റ്റൈൻ്റെ കൂടെ ഓസ്റ്റർഡാലൻ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അവരെ പിന്തുടർന്ന് ബാഗ്ലേഴ്സിൻ്റെ കുറച്ച് സൈനികർ പുറകെ വന്നെങ്കിലും ഇടയ്ക്ക് നിന്ന് അവരുടെ കൺമറയത്ത് നിന്ന് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. കുഞ്ഞിനെ സുരക്ഷിതമായി തോളിലേറ്റി അവർ അവരുടെ യാത്ര മുൻപിലേക്ക് തുടർന്നു. ഇതേ സമയം തന്നെ നിദാറോസ് രാജകൊട്ടാരത്തിൽ തടവറയിൽ കഴിയുന്ന ഗാർസന്റെ അടുത്തേക്ക് ഗിസൽ വരികയാണ്. ഗിസൽ എല്ലാ സത്യങ്ങളും ഗാർസനോട് തുറന്നു പറഞ്ഞു. രാജാവിൻ്റെ മരണത്തിന് ഏക കാരണക്കാരൻ അത് ഞാനാണ്. രാജാവ് മരണപ്പെട്ടാൽ അതിൻ്റെ അടുത്ത അവകാശി ഹക്കൺസൺ എന്ന ആ കുഞ്ഞായിരിക്കും. ആ കുഞ്ഞിനെയും എത്രയും വേഗത തന്നെ ഞാൻ വധിക്കും. ആ കുഞ്ഞുകൂടി ഈ ലോകത്തിൽ നിന്നില്ലാതായാൽ രാജ്യവും രാജ്യത്തിലെ എല്ലാ അധികാരവും എൻ്റെ കയ്യിലായിരിക്കും. ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും വർഷങ്ങൾ ഞാൻ കാത്തിരുന്നത്, ഗിസൽ ഗാർസനോട് പറഞ്ഞു. ഗിസൽ അത് കഴിഞ്ഞ് ചെന്നത് ക്രിസ്റ്റിൻ്റെ അടുത്തേക്കാണ്. തലേ ദിവസം രാത്രി ക്രിസ്റ്റിൻ്റെ അമ്മയും ഗിസലും ഒരുമിച്ച് ചേർന്ന് നടത്തിയ കൊലപാതകമായിരുന്നു ഹക്കൺസ്വാർസൻ രാജാവിൻ്റെ കൊലപാതകം. പക്ഷേ ആ വിവരം ക്രിസ്റ്റിൻ ആരോടും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗിസലിനെ കണ്ട ക്രിസ്റ്റിൻ ആദ്യമേ ഒന്ന് പേടിച്ചു. കാരണം അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരാളാണ് ഗിസൽ. തന്നെ പോലും വേണേൽ അയാൾക്കിപ്പോൾ കൊല്ലാൻ സാധിക്കും. ഗിസൽ ഭീഷണിയുടെ സ്വരത്തിൽ ക്രിസ്റ്റിനോട് പറഞ്ഞു, നിനക്ക് ഇനി കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നത് എന്നെ മാത്രമാണ്. നീ ഇന്നലെ കണ്ട കാര്യങ്ങൾ ആരോടും പറയാൻ പാടില്ല. ഈ രാജ്യത്തിൽ ഇനി നിന്നെ സുരക്ഷിതമാക്കി നിർത്തണമെങ്കിൽ അതും എനിക്ക് മാത്രമേ ഇനി സാധിക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് കേട്ട് കൂടെ നിന്നാൽ എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് ഗിസൽ പറഞ്ഞു. ഓസ്റ്റർഡാലൻ എന്ന പ്രദേശം ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് ടോർസ്റ്റൈനും സ്കെർവാൾഡ്. അവരുടെ കൂടെ സ്വാർസൻ രാജാവിൻ്റെ മകനുമുണ്ട്. തണുത്തുറഞ്ഞ ആ മഞ്ഞ് പ്രദേശത്തിലൂടെയുള്ള അവരുടെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. അതും ഒരു കുഞ്ഞിനെ വഹിച്ചുകൊണ്ടുള്ള യാത്രയാകുമ്പോൾ അല്പം പ്രയാസമാകും. പുറത്ത് വളരെയധികം നല്ല തണുപ്പാണെങ്കിലും വസ്ത്രങ്ങൾ കൊണ്ടും തുണികൾ കൊണ്ടും ആ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചാണ് അവർ മുൻപോട്ടുള്ള യാത്ര നടത്തിയത്. ഇതേ സമയം ഇങ്കയെ വഹിച്ചുകൊണ്ട് ഈഗിൾ മറ്റൊരു വഴി ഓസ്റ്റർഡാനിലേക്ക് യാത്ര നടത്തുകയാണ്. അധികം വൈകാതെ ടോർസ്റ്റൈൻ്റെയും സ്കെർവാൾഡിൻ്റെയും യാത്രയിൽ അതികഠിനമായ മഞ്ഞ് വീഴ്ച തുടങ്ങി. മഞ്ഞ് കാരണം ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെയാണ് അവർക്ക് മുൻപിൽ രൂപപ്പെട്ടത്. അവരുടെ കയ്യിലുള്ള കുഞ്ഞിന് തണുപ്പ് സഹിക്കാൻ വയ്യാതെ അവിടെ പൊട്ടിക്കരയുകയാണ്. അവർക്ക് കയ്യിൽ കൊടുക്കാനൊരു ഭക്ഷണവും മുൻപിൽ താമസിക്കാൻ ഒരു മാർഗവും കാണുന്നില്ല. പക്ഷേ ആ തണുപ്പിലൂടെ തന്നെ മുൻപിലേക്ക് നടന്നു നീങ്ങിയപ്പോഴാണ് ഒരു ചെറിയ കുടിൽ അവർ മുൻപിൽ കണ്ടത്. ഈ ഒരു ദുഷ്കരമായ കാലാവസ്ഥയിൽ ആ ചെറിയ കുടിൽ അവർക്കൊരു ആശ്വാസമായിരുന്നു. ഉടൻ തന്നെ മുൻപിൽ കണ്ട ആ കുടിലിലേക്ക് അവർ കയറി. ആ കുടിലിനുള്ളിൽ കണ്ട വിറകുകൾ കത്തിച്ച് തന്നെ അവർ തീ കാഞ്ഞു. പക്ഷേ ആ കുഞ്ഞിന് ആ തണുപ്പ് വിട്ടു മാറിയിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല, ആ കുഞ്ഞിന് നല്ല വിശപ്പുണ്ട്. കഴിക്കാനായിട്ട് ഭക്ഷണവും അവർക്ക് നൽകാനില്ല. സ്കെർവാൾഡ് ഉടൻ തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാത്രമെടുത്ത് പുറത്തുള്ള കുറച്ച് മഞ്ഞെടുത്തുകൊണ്ട് വന്നു. ആ പാത്രം ആ കത്തുന്ന തീയിൽ വെച്ചിട്ട് മഞ്ഞുരുക്കി ചൂടുവെള്ളമാക്കി. അതിനുശേഷം ആ കുഞ്ഞിനത് കുടിക്കാൻ കൊടുത്തു. ആ കുട്ടി പിന്നെയും കരയാൻ തുടങ്ങിയപ്പോൾ സ്കെർവാൾഡ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അവൻ്റെ മകൻ്റെ ആ പഴയ കളിപ്പാട്ടമെടുത്ത് ആ കുട്ടിക്ക് നൽകി. അത് കിട്ടിയപ്പോഴാണ് ആ കുഞ്ഞ് പിന്നെ കരയാതിരുന്നത്.
ആ കളിപ്പാട്ടം ഉപയോഗിച്ച് തന്നെ അവർ രണ്ടുപേരും ആ കുഞ്ഞിനെ അവിടെ വെച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു. പുറത്തുള്ള വലിയ കാറ്റും മഞ്ഞു വീഴ്ചയും കഴിയുന്നതുവരെ അവർക്ക് ഏതായാലും ഇനി ആ കുടിലിൽ തന്നെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. പുറത്തെ കാലാവസ്ഥ ഒന്ന് ശരിയാകുന്നതുവരെ അകത്ത് തന്നെ നിൽക്കാൻ അവർ തീരുമാനിച്ചു. കുറച്ചു നേരത്തേക്ക് അവർ 3 പേരും ആ കുഞ്ഞുൾപ്പെടെ ആ കുടിയിൽ കുറച്ചു നേരം കിടന്നുറങ്ങി. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ സ്കർവാൾഡ് ഉണർന്നു. ടോർസ്റ്റൈനോട് പറയാതെ അവൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. തൻ്റെ കുടുംബത്തെ കൊന്ന ബാഗ്ലേസിനെ വകവരുത്തണമെന്ന ലക്ഷ്യത്തോടെ അവിടെ നിന്ന് അവൻ പോകാനായിട്ടൊരുങ്ങി. ബാഗ്ലേസ് അവർ നിൽക്കുന്ന സ്ഥലത്തെത്താതെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി അതിനുണ്ടായിരുന്നു. പക്ഷേ സ്കർവാൾഡ് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ടോർസ്റ്റൈൻ എഴുന്നേറ്റത്. പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിന്ന സ്കർവാൾഡിനെ ടോർസ്റ്റൈൻ തടഞ്ഞു. ബാഗ്ലേസ് നിങ്ങളുടെ പുറകിൽ വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു കൊള്ളാമെന്ന് സ്കർവാൾഡ് പറഞ്ഞു. പക്ഷേ അവനെ പിന്നീടും ടോർസ്റ്റൈൻ തടഞ്ഞു. നോർവേൻ രാജ്യത്തിൻ്റെ ഭാവിയാണ് ആ കിടക്കുന്ന കുഞ്ഞ്. ആ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് ഒറ്റയ്ക്ക് അവിടെ എത്തിക്കണമെന്നത് എനിക്കറിയത്തില്ല. ഒരു കുഞ്ഞിനെ പോലും നോക്കി പരിചയമില്ലാത്ത ഞാൻ ആ കുഞ്ഞിനെ നോക്കുന്നത് ഒരു പ്രയാസമേറിയ കാര്യമാണ്. ടോർസ്റ്റൈൻ എത്ര നിർബന്ധിച്ചിട്ടും സ്കർവാൾഡ് അവിടെ നിൽക്കാൻ കൂട്ടായില്ല. ഒടുവിൽ അവർ തമ്മിൽ വാക്കുതർക്കം ഒടുവിൽ ഒരു തല്ല് വരെ എത്തി. ടോർസ്റ്റൈൻ പിന്നീടും സ്കർവാൾഡിനോട് അപേക്ഷിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആ ബാഗ്ലേസിനെ വകവരുത്താൻ പോകുന്നത് ഒരിക്കലും ഈ കുഞ്ഞിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തത്തില്ല. നീയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് ടോർസ്റ്റൈൻ പറഞ്ഞു. ആ കുഞ്ഞാണ് ഹക്കൺ സ്വാർസൻ രാജാവിൻ്റെ കുഞ്ഞ് എന്നതിന് തെളിവായിട്ട് രാജ്യത്തിൻ്റെ മുദ്ര പതിപ്പിച്ച ഒരു വലിയ ആഭരണം ടോർസ്റ്റൈൻ്റെ കയ്യിലുണ്ടായിരുന്നു. ടോർസ്റ്റൈൻ അത് വിശ്വാസത്തോടെ സ്കർവാൾഡിന് നൽകി. അത് നൽകിയപ്പോഴാണ് സ്കർവാൾഡിന് മനസ്സിലായത്, ആ കുഞ്ഞിനു വേണ്ടിയും നോർവേൻ രാജ്യത്തിനു വേണ്ടിയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകണം. ആ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് ആ രാജ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ ഞാനും പങ്കുവഹിക്കണമെന്ന് സ്കർവാൾഡിന് മനസ്സിലായി. ഇതേ സമയം നിതാറോസ് രാജകൊട്ടാരത്തിന് മുൻപിൽ ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ്. സ്വാർസൻ രാജാവ് മരണപ്പെട്ടിരിക്കുന്നു. അടുത്തതായി ആരാണ് ഭരണമേൽക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. അവരുടെ മുൻപിൽ വന്നു നിൽക്കുന്നത് ചതിയനായിട്ടുള്ള ഏൾ ഗിസൽ എന്ന സേനാനായകനാണ്. അയാൾ ആ ജനങ്ങൾക്ക് മുൻപിൽ അഭിസംബോധന ചെയ്യാൻ തുടങ്ങി. ഹക്കൺ സ്വാർസൻ രാജാവ് മരണപ്പെട്ടിരിക്കുന്നു. അടുത്ത ഭരണം ആരേൽക്കുമെന്ന ചോദ്യമാണ് എല്ലാവരുടെയും മുൻപിലുള്ളത്. സ്വാർസൻ രാജാവിന് ഇങ്ക എന്ന യുവതിയിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ഹക്കൺസൺ. രാജ്യത്തിൻ്റെ അനന്തരാവകാശി ആ കുഞ്ഞ് തന്നെ ആയിരിക്കും. ആ കുഞ്ഞിനെ ജീവനോടെ രക്ഷിച്ചു കൊണ്ടുവരുവാൻ രാജ്യത്ത് നിന്ന് ബിർക്കിബൈനർ പടയാളികൾ യാത്ര തിരിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചു മുൻപാണ് ഒരു ദുഃഖകരമായ വാർത്ത ഞങ്ങൾ കേൾക്കാനിടയായത്. അതിശൈത്യത്തിലും കൊടും തണുപ്പിലും ഓസ്റ്റർഡാലൻ എന്ന സ്ഥലത്ത് തൊട്ടടുത്തുള്ള മഞ്ഞുമലയിൽ വെച്ച് ഹക്കൺസൺ എന്ന ആ കുഞ്ഞ് മരണപ്പെട്ടു. ഇനിയും ഹക്കൺ സ്വാർസൻ രാജാവിൻ്റെ ചോരയിൽ തന്നെ ആരും തന്നെ ബാക്കിയില്ല. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണവും രാജ്യത്തിൻ്റെ നിയന്ത്രണവും ഞാൻ തന്നെ പരമേൽക്കുകയാണ്. ഗിസലിൻ്റെ ഈ വാക്കുകൾ ന്യായാധിപന്മാരും ജനങ്ങളുമെല്ലാം ഒന്ന് ആശ്ചര്യത്തോടെയാണ് കേട്ടത്. പക്ഷേ അവർ ആരും തന്നെ അവൻ പറഞ്ഞ വാക്കുകളെ എതിർത്തില്ല. അതിൻ്റെ കൂടെ രാജ്യത്തിൻ്റെ രാജ്ഞിയായിട്ടും തൻ്റെ പത്നിയായിട്ടും ഗിസൽ ക്രിസ്ത്യൻ എന്ന ആ പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു. രാജ്യം മുൻപോട്ടിനി പോകണമെങ്കിൽ നമുക്കിനി ഡെൻമാർക്കിൻ്റെ കൂടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിൻ്റെ തലവനായിട്ടുള്ള സഭയുടെ തലവൻ മാർപ്പപ്പയായിരിക്കും നമ്മുടെ ഈ രാജ്യഭരണത്തിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുക. ഗിസലിൻ്റെ ഈ ഒരു വാക്കുകൾ കൂടി കേട്ടപ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. കാരണം ഒരു മാർപ്പപ്പയുടെ കീഴിൽ നോർവേൻ രാജ്യം ഭരണം നടത്തുക എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്കാർക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല. പക്ഷേ അവിടെ ആർക്കും തന്നെ ഗിസലിൻ്റെ വാക്കുകളെ എതിർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗിസൽ അവിടുത്തെ മാർപ്പപ്പയുമായിട്ട് ഒരു കരാർ തയ്യാറാക്കി അവിടുത്തെ ഉടമ്പടിയിൽ ഒപ്പിട്ടു. സ്കർവാൾഡും ടോർസ്റ്റൈനും പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റപ്പോൾ പുറത്തുണ്ടായിരുന്ന മഞ്ഞു വീഴ്ചയും കാറ്റുമെല്ലാം അടങ്ങിയിരുന്നു. അവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ എല്ലാം ശാന്തമാണ്. അവർ വെളിയിലേക്ക് ഇറങ്ങി പോകാൻ ഒരുങ്ങി നിന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവർ ഉള്ള സ്ഥലം തേടി കണ്ടുപിടിച്ച് അവരെ വളഞ്ഞിരിക്കുകയാണ്. ബാഗ്ലേസ് ഇപ്പോൾ അവർക്ക് തൊട്ടടുത്ത് വരെ എത്താറായിരിക്കുകയാണ്. ഇത് കണ്ട അവർ രണ്ടുപേരും അവരുടെ സ്കേറ്റിംഗ് ബോർഡ് പെട്ടെന്ന് തന്നെ കാലിൽ വെച്ച് ആ കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് ആ സ്കേറ്റിംഗ് ബോർഡിൽ അവർ ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ബാഗ്ലേസിൻ്റെ പടയാളികളും അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. സ്കേറ്റിങ്ങിൽ ടോർസ്റ്റൈനും സ്കർവാൾഡും പ്രഗത്ഭരാണ്. അതുകൊണ്ട് തന്നെ പുറകെ വന്ന ബാഗ്ലേസിന് അവരെ പിടിക്കാൻ സാധിച്ചില്ല. വലിയ മഞ്ഞുമലകൾ ആ സ്കേറ്റിംഗ് ബോർഡിൽ അവർ രണ്ടുപേരും നിസ്സാരമായി ഊർന്നിറങ്ങിയപ്പോൾ പുറകെ വന്ന ബാഗ്ലേസിന് അത് സാധിച്ചില്ല. കുറേയേറെ ബാഗ്ലേസ് വഴിയിൽ വെച്ച് തന്നെ വീണു. കുറേ പേർ മഞ്ഞിടുക്കിൽ താഴേക്കും വീണു. പക്ഷേ ടോർസ്റ്റൈനും സ്കർവാൾഡും കുഞ്ഞിനെയും കൊണ്ട് തന്നെ മുൻപോട്ട് നീങ്ങി. സ്കർവാൾഡ് കുറച്ച് മാറി നിന്ന് പുറകെ വന്ന ബാഗ്ലേസിനെല്ലാം അമ്പെയ്ത് വീഴ്ത്തി. ഇതേ സമയം തന്നെ ടോർസ്റ്റൈൻ്റെ പുറകിലേക്ക് ഒരു പടയാളി അമ്പെയ്തു. ടോർസ്റ്റൈൻ ആ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചാണ് നിലത്തേക്ക് വീണത്. ഇത് കണ്ടു നിന്ന സ്കർവാൾഡ് ഉടൻ തന്നെ പുറകെ വന്ന് ആ പടയാളിയും അമ്പെയ്ത് വീഴ്ത്തി അയാളെയും വധിച്ചു.
ടോർസ്റ്റൻ്റെ പുറകെ അമ്പ് തറച്ചിരിക്കുകയാണെങ്കിലും മുൻപോട്ട് യാത്ര ചെയ്യാൻ ടോർസ്റ്റന് മടിയില്ലായിരുന്നു. പുറകെ വന്ന ബാഗ്ലേഴ്സ് എല്ലാവരും തന്നെ മരണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് സ്കേറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഓസ്റ്റർഡാലൻ എന്ന നഗരത്തിലേക്ക് എത്തി. ഓസ്റ്റർഡാലനിലെ ഒരു ക്യാമ്പിൽ ബെർക്കിവൈനർ പടയാളികളും ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ഇങ്കയും കുഞ്ഞിനു വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ കുഞ്ഞിനെയും കൊണ്ട് അവർ രണ്ടുപേരും ആ ക്യാമ്പിലേക്ക് വന്നത്. കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ ഇങ്ക ആ കുഞ്ഞിനെ വാരിയെടുത്തു. ടോർസ്റ്റൻ ഇങ്കയ്ക്ക് കൊടുത്ത ആ വാക്ക് അവൻ പാലിച്ചിരിക്കുകയാണ്. പക്ഷേ ടോർസ്റ്റൻ്റെ പുറത്ത് അമ്പ് കുത്തിത്തറച്ചിരിക്കുകയാണ്. അതിൻ്റെ വേദനയിൽ ടോർസ്റ്റൻ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീണു. അവിടെ ഉണ്ടായിരുന്ന ബെർക്കിവൈനർ പടയാളികളെല്ലാവരും ടോർസ്റ്റനെ എടുത്ത് ശുശ്രൂഷിക്കാൻ കൊണ്ടുപോയി. ടോർസ്റ്റൻ്റെ പുറത്ത് കുത്തിത്തറച്ച ആ അമ്പ് ആ സേനാനായകൻ മരിച്ചൂരി. അതിനുശേഷം ടോർസ്റ്റൻ്റെ മുതുകിലുള്ള മുറിവ് മരുന്നൊഴിച്ച് കെട്ടിവെച്ചു. ആ സമയത്താണ് സ്കെർവാൾഡ് അവരുടെ ഒരു തലവനോട് ഒരു കാര്യം നിർദ്ദേശിച്ചത്. നിദാറോസ് രാജ്യത്തിൽ നിന്ന് കൂടുതൽ പടയാളികളെയും ആൾക്കാരെയും നമുക്ക് ആവശ്യമുണ്ട്. കുഞ്ഞിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് അത് അത്യാവശ്യമാണ്. അവരുടെ ആ തലവൻ പക്ഷേ അതിനെ എതിർത്തു. സ്വാർസൻ രാജാവ് മരണപ്പെട്ടതിന് ശേഷം ആരാണ് ആ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത്, ആരുടെ അധികാരത്തിന് കീഴിലാണെന്ന് ഇപ്പോഴും നമുക്കറിയാൻ കഴിയത്തില്ല. വേണമെങ്കിൽ ഡെൻമാർക്ക് രാജ്യവും അവരുടെ പടയാളികളായിട്ടുള്ള ബാഗ്ലേഴ്സും തന്നെ ആകാം ആ രാജ്യം ഭരിക്കുന്നത്. നിദാറോസ് നമ്മുടെ രാജ്യമാണെങ്കിലും ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ആ കുഞ്ഞിനെ കൊണ്ട് ആ രാജ്യത്തിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് സാധിക്കത്തില്ല. അയാൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അവിടെയുള്ളവർ സമ്മതിച്ചു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്ന സ്കെർവാൾഡ് കാണുന്നത് അകലെ വിഷമിച്ചിരിക്കുന്ന ഈഗിൾ എന്ന ആ പയ്യനാണ്. അവൻ്റെ വിഷമത്തിൻ്റെ പ്രധാന കാരണം മുൻപ് നടന്ന ബാഗ്ലേഴ്സുമായിട്ടുള്ള ആക്രമണത്തിൽ അവൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്നതാണ്. സ്കെർവാൾഡിന് അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തില്ല. എന്നാലും സ്കെർവാൾഡ് അവനോട് പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ എൻ്റെ കുടുംബവും എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ മുൻപോട്ടേക്ക് നമ്മളിനി നീങ്ങണം. യോദ്ധാക്കളായ ബെർക്കിവൈനേഴ്സിന് ഒരിക്കലും വിശ്രമമില്ല. അതെല്ലാം കഴിഞ്ഞ് ആ പയ്യന് സ്കെർവാൾഡ് ഒരു ജോലി കൂടെ ചുമതലപ്പെടുത്തി. തൊട്ടടുത്ത് കാണുന്ന ആ വലിയ മലയുടെ മുകളിൽ പോയി കാവൽ നിൽക്കുക. ബാഗ്ലേഴ്സും സൈന്യവും നമ്മുടെ ക്യാമ്പിനെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുക. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ട് എന്ന് നീ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇറങ്ങി വന്ന് ഞങ്ങളെ നിർദ്ദേശം അറിയിക്കണം. ആ ബാലൻ അവൻ്റെ വാക്കുകൾ കേട്ടു. കാവൽ നിൽക്കാനായി തൊട്ടടുത്ത് കണ്ട ആ മലമുകളിലേക്ക് അവൻ കയറിപ്പോയി. ക്യാമ്പിലെ ഒരു ടെൻറ്റിനുള്ളിൽ വിശ്രമിക്കുകയാണ് ടോർസ്റ്റൻ. ടോർസ്റ്റൻ്റെ തൊട്ടരികിൽ തന്നെ ഇങ്കയും അവളുടെ കുഞ്ഞുമുണ്ട്. ഇങ്ക ടോർസ്റ്റന് വേണ്ടി കൈകൂപ്പി അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുഞ്ഞ് ഹക്കൺസിൻ്റെ കൈകൾ ടോർസ്റ്റൻ്റെ ദേഹത്ത് വെച്ച് തന്നെ അവൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ കൂടെ തന്നെ അവൾ ഒരു പാട്ടും പാടി. ആ ടെൻറ്റിൽ നിന്ന് മാറി കുറച്ച് അകലേക്ക് നടന്നുപോയ സ്കെർവാൾഡ് ആകാശത്തൊരു വിസ്മയകരമായ കാഴ്ച കണ്ടു. സ്കെർവാൾഡിൻ്റെ മനസ്സിനെ കുളിർമയേകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. ഇതേ സമയം നിദാറോസ് രാജകൊട്ടാരത്തിൽ ഗിസലും ഡെൻമാർക്കിൻ്റെ മാർപ്പപ്പയും തമ്മിൽ കരാറുകൾ ഒപ്പിടുകയാണ്. ആ സമയത്താണ് ക്രിസ്റ്റ്യൻ ആ മുറിയിലേക്ക് കയറി വന്നത്. ഗിസലില്ലാതെ ഒറ്റയ്ക്ക് അവളുടെ മുറിയിലിരിക്കാൻ അവൾക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഗിസലിനെ തേടി അവൾ അവിടേക്ക് വന്നത്. പക്ഷേ അവളെ ഗിസൽ സമാധാനിപ്പിച്ച് തിരികെ അവളുടെ മുറിയിലേക്ക് അവൻ പറഞ്ഞു വിട്ടു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് മുറിയിലേക്ക് കയറി വന്ന ഗിസൽ ക്രിസ്റ്റ്യനുമായിട്ട് അടുത്തിടപഴകി. അവർ രണ്ടുപേരും ശാരീരികമായിട്ടും അടുത്തു. പക്ഷേ ക്രിസ്റ്റ്യൻ മനസ്സിൽ കണ്ടിരുന്നത് മറ്റൊരു കാര്യമായിരുന്നു. ഗിസൽ ഉറങ്ങിയ സമയം നോക്കി രാജകൊട്ടാരത്തിലെ തടവറയുടെ താക്കോൽ ഗിസൽ അറിയാതെ തന്നെ അവൻ്റെ അരയിൽ നിന്ന് ആ താക്കോലുകൾ ക്രിസ്റ്റ്യൻ മോഷ്ടിച്ചു. അതെടുത്തുകൊണ്ട് അവൾ ആദ്യമേ ചെന്നത് തടവറയിൽ കിടക്കുന്ന ഗാർസൺ എന്ന ആ സേനാധിപതിയെ മോചിപ്പിക്കാനായിട്ടായിരുന്നു. പക്ഷേ ക്രിസ്റ്റ്യൻ പ്രതീക്ഷിക്കാതെയാണ് അവളുടെ പുറകെ ഗിസൽ വന്നത്. രക്ഷിക്കാൻ നോക്കിയ അവളുടെ കഴുത്തിന് പിടിച്ചതിനെ ഗിസൽ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവളെ ഉപദ്രവിക്കരുതെന്ന് അകലെ ആ ജയിലിൽ നിന്ന് ഗാർസൺ പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ബെർക്കിവൈനർ പടയാളികളുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളുമെല്ലാം ആ ക്യാമ്പിലേക്ക് വരാൻ തുടങ്ങി. ഓസ്റ്റർഡാലൻ എന്ന ആ നഗരത്തിലെ ആ ചെറു പട്ടണത്തിലെ പരിചയമുള്ള ആൾക്കാരായിരുന്നു അവരെല്ലാവരും. ആ ദിവസം തന്നെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചും മദ്യപിച്ചും ഒരുമിച്ച് അവർ സമയം ചെലവിട്ടു. ഇതേ സമയത്ത് തന്നെയാണ് ടോർസ്റ്റൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റത്. അവൻ എഴുന്നേറ്റപ്പോൾ കണ്ടത് തൊട്ടടുത്തിരുന്ന ഇങ്കയായിരുന്നു. തലേ ദിവസം രാത്രി മൊത്തം ടോർസ്റ്റന് കാവലിരിക്കുകയായിരുന്നു അവൾ. ടോർസ്റ്റന് വേണ്ട മരുന്നുകൾ നൽകുകയും അവൻ്റെ ആരോഗ്യം നോക്കി അവനെ ശുശ്രൂഷിക്കുകയായിരുന്നു ഇങ്ക. എഴുന്നേറ്റിരുന്ന ടോർസ്റ്റന് അവൻ്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള മരുന്നും ഇങ്ക ടോർസ്റ്റന് നൽകി. കമർപ്പുണ്ടായിരുന്നെങ്കിലും ടോർസ്റ്റൻ ആ മരുന്ന് കുടിച്ചു. ഒത്തുകൂടിയ ഗ്രാമവാസികൾ പലരും ആർത്തുല്ലസിക്കാൻ തുടങ്ങി. അവിടേക്കാണ് സ്കെർവാൾഡും ടോർസ്റ്റനും ഇങ്കയും അവളുടെ കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് കയറി വന്നത്. ഗ്രാമവാസികൾ പലരും ബെർക്കിവൈനറിലെ പല പടയാളികളും മദ്യപിച്ച് ആർത്തുല്ലസിക്കുന്നത് കണ്ട് സ്കെർവാൾഡിന് മനസ്സിൽ ദേഷ്യമാണ് തോന്നിയത്. യഥാർത്ഥത്തിൽ ബാഗ്ലേഴ്സുമായിട്ട് ഒരു യുദ്ധം തന്നെ നടത്താനാണ്
ആ ഗ്രാമവാസികളിൽ പലരെയും അവർ ഒത്തുകൂട്ടിയത്. ഗ്രാമവാസികളുടെ തലവനായിട്ടുള്ള ഓഡിനെ വിളിച്ചു വരുത്തി സ്കർവാൾഡ് കാര്യം അന്വേഷിച്ചു. ഒരു യുദ്ധത്തിന് പോകാനാണ് അവരെല്ലാവരെയും ഇവിടെ ഒത്തുകൂട്ടിയത് എന്ന കാര്യം ആ ഗ്രാമവാസികളിൽ ആർക്കും തന്നെ അറിയത്തില്ല. അവരുടെ മുൻപിലേക്ക് കയറി വന്ന് സ്കർവാൾഡ് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുൻപിൽ ഞാനൊരു ബിർക്കിബൈനർ യോദ്ധാവായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു കൃഷിക്കാരനും ഒരു സാധാരണക്കാരനുമാണ്. ബിർക്കിബൈനർ എന്ന് പറയുന്നത് രാജാവിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഞാൻ ആ കൂട്ടത്തിൽ പോലും പെടാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവനാണ്. പക്ഷേ ഇന്ന് ഞാൻ രാജാവിന് വേണ്ടി വർത്തിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ബാഗ്ലേസ്, നമ്മുടെ രാജ്യത്തെ തന്നെ കാർന്നു തിരുന്ന ആ പടയാളികൾ അവർ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കി. 1 വയസ്സ് പോലും തികയാത്ത എൻ്റെ മകനെ അവർ കൊന്നു. എല്ലാം ഈ രാജ്യത്തിന് വേണ്ടിയും രാജാവിനും വേണ്ടിയായിരുന്നു അവർ ജീവൻ ബലികഴിച്ചത്. പക്ഷേ നിതാറോസ് രാജ്യത്തിലെ രാജാവായ സ്വാസൻ രാജാവ് മരണപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാജ്യം ഭരിക്കാൻ ആരും തന്നെ ഇല്ല. പക്ഷേ രാജാവിൻ്റെ അവകാശിയായിട്ടുള്ള പുത്രൻ അവൻ ഇന്നിവിടെ നമ്മുടെ കൂടെയുണ്ട്. ഇങ്കയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് അവരുടെ മുൻപിലേക്ക് ആ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം പറഞ്ഞു, ഇതാണ് നമ്മുടെ പുതിയ നോർവേയിൻ രാജാവ് ഹക്കൺ ഹാക്കൺസൺ. നമ്മളെയും നമ്മുടെ മുൻപിലുള്ള തലമുറയും ഭരിക്കാൻ പോകുന്നതും ഇവൻ തന്നെയായിരിക്കും. ഇവന് വേണ്ടി, ഈ രാജാവിന് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് പോരാടണം. ബാഗ്ലേസിലെ പടയാളികൾ ഇവൻ്റെ ജീവന് വേണ്ടിയാണ് നമ്മുടെ പുറകെ കൂടിയിരിക്കുന്നത്. ആ ബാഗ്ലേസിനെ നമ്മൾ തുരുത്തി ഓടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം. എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ രാജാവിനും ഈ രാജകുമാരനും നമ്മുടെ രാജ്യത്തിനും വേണ്ടി. സ്കർവാൾഡിൻ്റെ ആ വാക്കുകൾ ആ ഗ്രാമവാസികളും ബിർക്കിബൈനർ പടയാളികളും മനസ്സറിഞ്ഞ് സ്വീകരിച്ചു. ആ കുഞ്ഞിനു വേണ്ടി, ആ കുഞ്ഞു രാജാവിന് വേണ്ടി ബാഗ്ലേസിനെതിരെ പോരാടാൻ ആ ഗ്രാമവാസികൾ ഒത്തൊരുമയോടെ നിന്നു. ബാഗ്ലേസിനെതിരെയുള്ള യുദ്ധത്തിനു വേണ്ടി അവരുടെ ആയുധങ്ങളെല്ലാം അവർ തയ്യാറാക്കി. മൂർച്ചയുള്ള കുന്തവും വാളുകളും എല്ലാം അവർ തയ്യാറാക്കി വെച്ചു. സ്കർവാൾഡ് അവൻ്റെ പദ്ധതി ടോർച്ചൈനോടും ആ ഗ്രാമവാസികളോടുമായിട്ട് പറഞ്ഞു, ഈ ക്യാമ്പിൽ നിന്ന് എത്രയും വേഗം തന്നെ ഇങ്കയും കുഞ്ഞിനെയും നമ്മൾ ഇവിടെ നിന്ന് മാറ്റുന്നു. ഇങ്കയും കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ഈഗിൾ അവൻ്റെ കുതിരയിൽ മുൻപോട്ട് ആദ്യമേ പോകണം. ഇങ്കയ്ക്കും കുഞ്ഞിനും സംരക്ഷണമായിട്ട് ടോർച്ചൈനും സംഘവും കുതിരയിൽ അവരുടെ പുറകെ തന്നെ പോകണം. ഞങ്ങളിൽ കുറച്ചു പേർ തൊട്ടടുത്ത് കാണുന്ന മലമുകളിൽ നിന്ന് ആക്രമണത്തിന് നിങ്ങളുടെ പുറകിൽ വരുന്ന ബാഗ്ലേസിന് നേരെ അമ്പെയ്യും. അവരിൽ പലരെയും അവിടെ വെച്ച് തന്നെ വധിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. ആ സമയത്തിനുള്ളിൽ തന്നെ ഇങ്കയും കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണം. സ്കർവാൾഡിൻ്റെ ആ പദ്ധതി എല്ലാവരും അംഗീകരിച്ചു. ഈ സമയത്ത് മലമുകളിൽ കാവൽ നിന്ന ഈഗിൾ അകലിൽ നിന്ന് തന്നെ ബാഗ്ലേസ് വരുന്നത് കാണാനിടയായി. ഒട്ടും വൈകാതെ ആ മലയിൽ നിന്ന് ഇറങ്ങി വന്ന ഈഗിൾ ക്യാമ്പിലേക്ക് ഓടിച്ചെന്നു. സ്കർവാൾഡിനോടും ടോർച്ചൈനോടും ബാഗ്ലേസ് അകലിൽ നിന്ന് വരുന്ന കാര്യം അവൻ പറഞ്ഞു. ബിർക്കിബൈനർ പടയാളികളും ഗ്രാമവാസികളും എല്ലാവരും യുദ്ധത്തിനായിട്ടൊരുങ്ങി. ഇങ്കയും കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ഈഗിൾ ആദ്യമേ തന്നെ മുൻപിലേക്ക് യാത്ര തുടങ്ങി. അവരുടെ തൊട്ടുപുറകിൽ സംരക്ഷണത്തിനായിട്ട് ടോർച്ചൈനും സംഘവും യാത്ര തിരിച്ചു. തൊട്ടടുത്തുണ്ടായിരുന്ന മലമുകളിൽ സ്കർവാൾഡും മറ്റു കുറച്ച് സംഘവും ബാഗ്ലേസിന് നേരെ അമ്പെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. യാത്രക്കിടയിൽ കുഞ്ഞു ഹക്കൺ ഹാക്കൺസൺ കരയുന്നുണ്ടെങ്കിലും ഇങ്ക അവനെ പരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സ്കർവാൾഡ് പറഞ്ഞ പ്രദേശം അവരെല്ലാവരും ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാഗ്ലേസ് അവരുടെ പുറകെ വരുന്നത് സ്കർവാൾഡ് ശ്രദ്ധിച്ചു. ഒട്ടും വൈകാതെ സ്കർവാൾഡ് സംഘവും അവർക്ക് നേരെ അമ്പെയ്തു. അവരിൽ പലരും അവിടെ വെച്ച് തന്നെ വീണു. ബാക്കിയുണ്ടായിരുന്ന ബാഗ്ലേസിന് നേരെ സ്കർവാൾഡ് സംഘവും ഓടി വന്ന് ആക്രമണം ആരംഭിച്ചു. മുൻപിൽ കണ്ട ബാഗ്ലേസിനെല്ലാം സ്കർവാൾഡ് സംഘവും വെട്ടി താഴെ വീഴ്ത്തി. ബാഗ്ലേസും സംഘവും തിരികെയും അവരെ ആക്രമിച്ചു. ബാഗ്ലേസിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് സ്കർവാൾഡ് അവൻ്റെ മുൻപിൽ ബാഗ്ലേസിൻ്റെ നേതാവിനെ കണ്ടത്. തൻ്റെ കുഞ്ഞിനെ വധിച്ചവൻ, തൻ്റെ ഭാര്യയെ ഇല്ലാതാക്കിയവൻ. അവന് നേരെ സ്കർവാൾഡ് അവൻ്റെ അമ്പെയ്യാൻ ഓങ്ങി നിന്നു. പക്ഷേ പെട്ടെന്നാണ് സ്കർവാൾഡിൻ്റെ പുറകിൽ മറ്റാരോ അമ്പെയ്തത്. ഉടൻ തന്നെ ഗ്രാമവാസികളുടെ തലവനായിട്ടുള്ള ഓഡിൻ സ്കർവാൾഡിൻ്റെ അടുത്ത് വന്ന് പുറകിൽ തറച്ച അമ്പ് വലിച്ചൂരി. പക്ഷേ അപ്പോഴേക്കും ബാഗ്ലേസിൻ്റെ തലവനും മറ്റു കുറച്ച് ബാഗ്ലേസും ഇങ്കയും കുഞ്ഞിനെയും ലക്ഷ്യമാക്കി അവരുടെ പുറകെ യാത്ര തിരിഞ്ഞിരുന്നു. ഇത് കണ്ടു നിന്ന ഓഡിൻ അവിടെ ഉണ്ടായിരുന്ന കുതിരയിൽ കെട്ടിയ വള്ളികൾ സ്കർവാൾഡിൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ആ കുതിരയുടെ വള്ളിയിൽ പിടിച്ച് സ്കർവാൾഡും പുറകെ തന്നെ നീങ്ങുകയാണ്. ടോർച്ചൈനും സംഘവും അവരെ ആക്രമിക്കാൻ വരുന്ന ബാഗ്ലേസിനെയും അവൻ്റെ തലവനെയും പുറകിൽ തന്നെ കണ്ടു. അവർ അവരുടെ തൊട്ടടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ബാഗ്ലേസ് കുഞ്ഞിൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ എത്രയും പെട്ടെന്ന് അവരെ വധിക്കണം. അതായിരുന്നു സ്കർവാൾഡിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഓടിക്കൊണ്ടിരുന്ന ആ കുതിരയുടെ പുറകിലുള്ള വള്ളിയിൽ പിടിച്ചുകൊണ്ട് തന്നെ സ്കർവാൾഡ് അതിവേഗത്തിൽ അവരെ പിന്തുടർന്നു. മുമ്പിൽ ഓടിക്കൊണ്ടിരുന്ന 2 ബാഗ്ലേസിനെ സ്കർവാൾഡ് അവൻ്റെ അമ്പെയ്ത് വീഴ്ത്തി. പക്ഷേ ബാഗ്ലേസിൻ്റെ തലവനും ബാക്കി പടയാളികളും ആ കുഞ്ഞിൻ്റെ പുറകെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ സംരക്ഷണത്തിനായിട്ട് പുറകിലുണ്ടായിരുന്ന ടോർച്ചൈനും സംഘവും
പെട്ടെന്ന് തന്നെ അവിടെ നിന്നു. പുറകെ വന്ന ബാഗ്ലേസിനെ അവർ നേരിട്ടു. ബാഗ്ലേസിലെ പടയാളികളെ ഒറ്റയ്ക്ക് തന്നെ ടോർസിൻ വധിച്ചു. പക്ഷേ ടോർസിൻ്റെ കയ്യിൽ നിന്ന് ബാഗ്ലേസിൻ്റെ തലവൻ രക്ഷപ്പെട്ടു. ആ തലവൻ അയാളുടെ കുതിരയിൽ ഇങ്കയും ഇങ്കയുടെ കുഞ്ഞിനെയും ലക്ഷ്യമാക്കി പുറകെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ അങ്ങനെ അയാളുടെ കുതിരയും കൊണ്ട് ഇങ്കയും ആ കുഞ്ഞും യാത്ര ചെയ്തിരുന്ന വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കുറുകെ നിന്ന് അവരെ തടഞ്ഞു. ഇറങ്ങി വന്ന ആ തലവൻ ഇങ്കയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്തു. ആ കുഞ്ഞിനെ വധിക്കാൻ വരുമ്പോൾ ഇങ്ക അയാളെ തടയുന്നുണ്ട്. പക്ഷേ അയാൾ ഇങ്കയെ തട്ടിമാറ്റുന്നു. പെട്ടെന്നാണ് സ്കർവാൾഡ് അവൻ്റെ കുതിരയും വലിച്ചുകൊണ്ട് ആ സ്ഥലത്തേക്ക് എത്തിയത്. സ്കർവാൾഡ് ബാഗ്ലേസിൻ്റെ തലവനെ ഇടിച്ച് താഴേക്കിട്ടു. ആ മഞ്ഞിൽ അവർ തമ്മിൽ വലിയ മൽപ്പിടുത്തമുണ്ടായി. മൽപ്പിടുത്തത്തിനിടയിൽ ബാഗ്ലേസിൻ്റെ തലവൻ അവൻ്റെ അരയിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് സ്കർവാൾഡിനെ കുത്തുകയാണ്. കുത്തേറ്റ് സ്കർവാൾഡ് നിലത്ത് കടന്നപ്പോഴും അയാൾക്കെതിരെ പോരാടാനായിട്ട് സ്കർവാൾഡ് മടി കാണിച്ചില്ല. സ്കർവാൾഡ് വീണ്ടും എഴുന്നേറ്റ് നിന്ന് അയാൾ ഇടിച്ച് താഴെയിട്ട് സ്കർവാൾഡിൻ്റെ അരയിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് ആ തലവനെ അവിടെ വെച്ച് തന്നെ കുത്തിക്കൊന്നു. ബാഗ്ലേസിൻ്റെ പടയാളികളിലെ അവസാനത്തെ കണ്ണിയും അവരുടെ തലവനെയും സ്കർവാൾഡ് അങ്ങനെ അവിടെ വെച്ച് വധിക്കുകയാണ്. പക്ഷേ കുത്തുകൊണ്ട സ്കർവാൾഡ് നിലത്തേക്ക് വീണു. നല്ല ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് സ്കർവാൾഡിനൊന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. അപ്പോഴാണ് ടോർസിൻ അവിടേക്ക് എത്തിയത്. കുത്തുകൊണ്ട് കിടക്കുന്ന സ്കർവാൾഡിനെയാണ് ടോർസിൻ കണ്ടത്. ടോർസിൻ അവൻ്റെ സുഹൃത്തായ സ്കർവാൾഡിനെ അവൻ്റെ കയ്യിൽ താങ്ങി നിർത്തി. സ്കർവാൾഡിന് അധികം ആയുസിനി ഉണ്ടാകില്ല എന്ന് ടോർസിന് മനസ്സിലായി. നോർവേൻ രാജ്യത്തിനു വേണ്ടിയും സ്വാർസൻ രാജാവിന് വേണ്ടിയും രാജാവിൻ്റെ മകനായിട്ടുള്ള ഹക്കൺ ഹക്കൺസണിനു വേണ്ടി സ്വന്തം ജീവൻ ബലികഴിച്ച സ്കർവാൾഡ് ഒരു ധീര യോദ്ധാവായിട്ടാണ് അവിടെ വെച്ച് മരണപ്പെട്ടത്. ടോർസിൻ്റെ കയ്യിലിരുന്ന് തന്നെയാണ് സ്കർവാൾഡ് 2 കണ്ണുകളും അടച്ചത്. ഇതേ സമയം തന്നെ രാജകൊട്ടാരത്തിൽ ഗിസലിൻ്റെയും ക്രിസ്റ്റിൻ്റെയും വിവാഹത്തിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. ആ സമയത്താണ് ഗിസൽ ഒരു വാർത്ത അറിഞ്ഞത്. വിവാഹ ചടങ്ങ് നടക്കുന്ന കത്തീഡ്രൽ പള്ളിയിൽ ജനങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. അവർ ഒത്തുകൂടിയത് ഗിസലിനെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഗിസൽ രാജ്യഭരണം ഏറ്റെടുക്കുന്നു എന്ന കാര്യം ആ രാജ്യത്തിലെ ആൾക്കാർ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ക്രിസ്റ്റിനെ വിവാഹം കഴിക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് തന്നെ ഗിസലിന് രാജ്യഭരണം വരികയാണ്. അതുകൊണ്ട് എത്രയും വേഗത തന്നെ വിവാഹ ചടങ്ങുകൾ അധികം ആരുമില്ലാതെ തന്നെ ആ രാജകൊട്ടാരത്തിലെ മുറിയിൽ നടത്താനായിട്ട് ഗിസൽ തയ്യാറെടുത്തു. ഡെൻമാർക്കിൻ്റെ ബിഷപ്പും മാർപ്പപ്പയുമാണ് അവരുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത്. അവരുടെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കാറായപ്പോഴാണ് രാജകൊട്ടാരത്തിലേക്ക് ഹക്കൺ ഹക്കൺസണിനെയുമായിട്ട് ടോർസിൻ എത്തിയത്. ടോർസിൻ്റെ ഒപ്പം തന്നെ ബിർക്കിബൈനർ പടയാളികളും എല്ലാവരുമുണ്ട്. ഹക്കൺ സ്വാർസൻ രാജാവിൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണിതെന്ന് പറഞ്ഞാണ് അവർ അകത്തേക്ക് കയറിയത്. പക്ഷേ രാജകൊട്ടാരത്തുണ്ടായിരുന്ന ആ പടയാളികൾ ആരും തന്നെ അതിനെ വിശ്വസിച്ചില്ല. ഇങ്കയുടെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞിനെ അവർ എടുത്തിട്ട് ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് വാളോങ്ങിയപ്പോഴാണ് രാജ്യത്തിൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ആ വെള്ളി നാണയം ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടക്കുന്നത് അയാൾ ശ്രദ്ധിച്ചത്. രാജ്യത്തിൻ്റെ അനന്തരാവകാശിയാണ് ആ കുഞ്ഞെന്ന് ബോധിപ്പിക്കാനുള്ള ഏക തെളിവാണ് ആ വെള്ളി മുദ്ര. വൈകാതെ ആ പടയാളികളും ആ രാജ്യം മുഴുവനും അറിഞ്ഞു ഗിസലാണ് രാജ്യത്തിൻ്റെ ഒറ്റുകാരനെന്ന്. ഉടൻ തന്നെ തടവറയിൽ കഴിയുന്ന സേനാധിപതിയായ ഗാർസനെ അവർ മോചിപ്പിച്ചു. ഗാർസനും പടയാളികളും ഉടൻ തന്നെ വിവാഹ ചടങ്ങ് നടക്കുന്ന മുറിയിലേക്ക് പ്രവേശിച്ചു. വിവാഹത്തിന് തൊട്ട് മുൻപ് തന്നെ ക്രിസ്റ്റിനെ ഗിസലിൻ്റെ കയ്യിൽ നിന്ന് ഗാർസൻ അങ്ങനെ രക്ഷിക്കുകയാണ്. ഗിസലിന് ചുറ്റും ഗാർസൻ്റെ പടയാളികൾ വളഞ്ഞു. ചുറ്റുമുള്ള എല്ലാവരും തനിക്കെതിരാണെന്ന് ഗിസലിന് മനസ്സിലായി. ഗിസലിനെ വൈകാതെ തന്നെ പടയാളികളെല്ലാം പിടിച്ചുകൊണ്ട് അവനെ തടവറയിലാക്കി. ഇനി മുതൽ ആ രാജ്യത്തിൻ്റെ രാജകുമാരൻ എന്ന് പറയുന്നത് ഹക്കൺ ഹക്കൺസൺ എന്ന ആ കുഞ്ഞായിരിക്കും. പക്ഷേ ആ കുഞ്ഞ് പ്രായപൂർത്തിയാകുന്നതുവരെ ആ സിംഹാസനം സംരക്ഷിക്കുന്നതും നിയമങ്ങൾ നടപ്പിലാക്കുന്നതും ഗാർസൺ ആയിരിക്കും. ആ കുഞ്ഞിൻ്റെ ഏറ്റവും തൊട്ടടുത്ത അംഗരക്ഷകനായിട്ട് ഗാർസൺ ടോർസിനെ നിയമിക്കുകയാണ്. വൈകാതെ അന്നേ ദിവസം തന്നെ ഗാർസൺ ആ കുഞ്ഞിനെയും കൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങി. സ്വാർസൻ രാജാവിൻ്റെ ചോരയിൽ പിറന്ന ഹക്കൺ ഹക്കൺസൺ എന്ന ആ കുഞ്ഞിനെ അവർക്ക് മുൻപിലേക്ക് ഗാർസൺ ഉയർത്തിപ്പിടിച്ചു. നോർവേയിലെ നിദാറോസ് രാജ്യത്തിൻ്റെ അവകാശി ഇവനാണ്. ഇവനായിരിക്കും നമ്മുടെ നേതാവ്, നമ്മളെ നയിക്കാൻ പോകുന്നവൻ. ആ രാജ്യത്തിലെ ജനങ്ങളൊട്ടാകെ ആ കുഞ്ഞു രാജാവിനെ വരവേറ്റു. സന്തോഷത്തോടെ ആർപ്പ് വിളിയോടെയാണ് ആ രാജകുമാരന് അവർ സ്വീകരണം ഒരുക്കിയത്. 1217 ഹക്കൺ ഹക്കൺസന് 13 വയസ്സായപ്പോഴാണ് ആ രാജ്യഭരണം ഔദ്യോഗികമായിട്ട് അവൻ ഏറ്റെടുത്തത്. അതുവരെ ബാർസൺ ആയിരുന്നു രാജ്യഭരണം നോക്കിയിരുന്നത്. അത് കഴിഞ്ഞ് 46 വർഷത്തോളം ഹക്കൺ ഹക്കൺസൺ ആ രാജ്യം ഭരിച്ചു. ഹക്കൺ ഹക്കൺസൺ രാജ്യം ഭരിച്ച ആ ഒരു കാലയളവിൽ നോർവേ എങ്ങും സമാധാനം കൊണ്ട് നിറഞ്ഞിരുന്നു. നോർവേൻ ജനത സന്തോഷത്തോടെ ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്.